شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിലെ സുന്ദരങ്ങളായ ചില വൈജ്ഞാനിക രാവുകൾ കടന്നു പോവുകയാണ്. 17ാമത്തെ രാവിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മഹാനായ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ സ്വഹീഹ് എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥത്തെ സംബന്ധിച്ചുമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ നിറഞ്ഞ ആ ഗ്രന്ഥത്തിൽ നിന്ന് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഒരു ഹദീസിനെയും നമ്മളിന്ന് വിശദീകരിക്കുന്നു. അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇബ്നു ഖുസൈമ ലോകപ്രസിദ്ധനായ മഹാമുഹദ്ദിസാണ്. ഇബ്നു ഖുസൈമക്ക് ഒരുപാട് കൃതികൾ കാണാം. തഫ്സീറൊക്കെ എഴുതിയ മഹാപണ്ഡിതനാണ്. മാത്രമല്ല അഖീദയിൽ കിതാബു തൗഹീദ് എന്ന് ഒരു കൃതി എഴുതിയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഹീഹ് എന്ന പേരുള്ള ഈ കൃതി, സ്വഹീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹദീസ് ഗ്രന്ഥത്തിന് ചില വൈവിധ്യങ്ങളുണ്ട്. സ്വഹീഹ് എന്ന പേരുകളിൽ കുറേ ഹദീസ് ഗ്രന്ഥങ്ങളെ കാണാം. മുസ്നദ് എന്ന പേരിൽ കുറേ ഗ്രന്ഥങ്ങളെ കാണാം. മുസന്നഫ് എന്ന പേരിൽ കുറേ ഗ്രന്ഥങ്ങളെ കാണാം. അതുപോലെ തന്നെ സുനനുകൾ എന്ന പേരിൽ കുറേ ഗ്രന്ഥങ്ങളെ കാണാം. ഇതിൻ്റെയൊക്കെ വൈവിധ്യങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ സവിശേഷതകളെ സംബന്ധിച്ചും നമ്മൾ സംസാരിച്ചു പോകുന്നതാണ്. ഓരോരോ സംസാരങ്ങൾക്കിടയിൽ അതൊക്കെ ഓരോന്ന് സൂചിപ്പിക്കാറുണ്ട്. ഇന്ന് സ്വഹീഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥം, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെയോ ഇമാം മുസ്ലിമിൻ്റെയോ സ്വഹീഹ് പോലെയല്ല. എന്നാൽ വേറെ സ്വഹീഹ് എന്ന പേരിൽ ഇബ്നു ഹിബ്ബാൻ്റെ സ്വഹീഹ്, ഇബ്നു ഖുസൈമയുടെ സ്വഹീഹ് ഒക്കെ ലോകപ്രസിദ്ധമാണ്. അതിൽ ഇബ്നു ഖുസൈമൻ്റെ സ്വഹീഹാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ് ഇബ്നു ഖുസൈമ? അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബൂബക്കർ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ ഇബ്നുൽ മുഗീറ ഇബ്നു സാലിഹ് ഇബ്നു ബക്കർ അസ്സുലമി അന്നൈസാബൂരി റഹിമഹുല്ലാ. ആ പേരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടേതാണ് നൈസാബൂർ. നൈസാബൂർ എന്നുള്ളത് ഇമാം മുസ്ലിമിൻ്റെ നാടിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി ഇമാം മുസ്ലിമിൻ്റെ പേരാണ്. അതേ നാട്ടുകാരനാണ് മഹാനായ അബൂബക്കർ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ റഹ്മഹുല്ലാ. ഇബ്നു ഖുസൈമ ജനിക്കുന്നത് ഏകദേശം ഹിജറ 223 നൈസാബൂർ എന്ന പട്ടണത്തിൽ, ഖുറാസാനിലെ നാടാണ് ഈ നൈസാബൂർ എന്ന് പറഞ്ഞത്. അവിടെ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തെ ചില പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേരെടുത്തിട്ടുണ്ട്. ഇബ്നു തൈമിയക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഉണ്ടെങ്കിലും ഇബ്നു ഖുസൈമയെ ചില മുഹദ്ദിസുകൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിച്ചിട്ടുണ്ട്. നേതാക്കളുടെ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ ഇമാമുൽ അഇമ്മ എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? പേരുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ ഫضലാണ് ആ വാചകങ്ങളും ആ പേരുകളൊക്കെ വിശദീകരിക്കുന്നത്. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചതും വളർന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുറാസാനിലെ നൈസാബൂരിലാണ്. ചെറുപ്പത്തിൽ അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വാപ്പ പറഞ്ഞു, വേണ്ട, ഇറങ്ങണ്ട, ആദ്യം ഖുർആൻ പഠിക്ക്, ഖുർആൻ മനഃപ്പാഠമാക്ക്. അങ്ങനെ ഉപ്പയുടെ നിർദ്ദേശത്താൽ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കി. പിന്നെ നൈസാബൂറിലെ മഹാപണ്ഡിതന്മാരുടെ സദസ്സിൽ നിറസാന്നിധ്യനായിരുന്നു മഹാനായ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. ചെറുപ്പത്തിൽ തന്നെ ധാരാളം ഹദീസുകൾ കേട്ട് പഠിച്ചു, മനഃപ്പാഠമാക്കി. അത് അദ്ദേഹം ശേഖരിച്ചു വെക്കാൻ ഒരുപാട് നാടുകളിലേക്ക് അദ്ദേഹം യാത്ര പോയി. മറ്റു മുഹദ്ദിസുകളൊക്കെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ബഗ്ദാദിലേക്ക്, അതുപോലെ തന്നെ ഖുറാസാൻ കഴിഞ്ഞിട്ട് പിന്നെ ബഗ്ദാദ്, ഷാം, സിറിയ, ഇറാഖ്, ഈജിപ്ത് തുടങ്ങിയ നാടുകളിലേക്കൊക്കെ അദ്ദേഹം യാത്ര പോയതായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് ഒരുപാട് മഹാപണ്ഡിതന്മാർ ഗുരുനാഥന്മാരായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ, നൂറുകണക്കിന് ഗുരുനാഥന്മാരിൽ പേരെടുത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ചിലരാണ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയെ പോലുള്ളവർ. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. നമ്മൾ ഒരിക്കൽ ഇമാം ബുഖാരിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ ആ ഭാഗം വിശദീകരിച്ചതാണ്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയിൽ നിന്ന് ഇമാം ബുഖാരി ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയുടെ പ്രചോദനത്താലാണ്, വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി രചിക്കാൻ ഇമാം ബുഖാരിയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായത് എന്നൊക്കെ നമ്മളൊരിക്കൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇബ്നു ഖുസൈമയുടെയും ഉസ്താദാണ്. മാത്രമല്ല മുഹമ്മദ് ഇബ്നു യഹ്യ അദ്ദുഹലി റഹിമഹുല്ലാ ഇബ്നു ഖുസൈമൻ്റെ ഉസ്താദാൻ. ഖുതൈബത്ത് ഇബ്നു സഈദ്, അലി ഇബ്നു ഹജർ അൽ അസ്ഖലാനിയിലെ
അലി ഇബ്നു ഹജർ, ഇവരൊക്കെ മഹാനായ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗുരുനാഥന്മാരിൽപ്പെട്ട ആളാണ്. ഇനി ഇബ്നു ഖുസൈമ റഹിമഹുള്ളയുടെ പ്രധാന വിദ്യാർത്ഥികളെ പറ്റി കൂടി പറയാം. കാരണം ഒരുപാട് ഗുരുനാഥന്മാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിൽ നിന്ന് അറിവ് സ്വീകരിച്ച മഹാവിദ്യാർത്ഥികളെ കാണാം ലോകത്ത്. അതിൽ മുൻപന്തിയിൽ ഇമാം മുസ്ലിമിൻ്റെ പേര് വായിക്കാം. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാണെങ്കിലും ഇമാം മുസ്ലിമിൻ്റെ ഗുരുനാഥനായിട്ട് പലപ്പോഴും ഇബ്നു ഖുസൈമയെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം സ്വഹീഹ് മുസ്ലിമിൽ ഇബ്നു ഖുസൈമയിൽ നിന്നുള്ള ഹദീസുകൾ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ഗുരുനാഥനുമാണ്. എന്നാൽ സാധാരണ രീതിയിൽ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടും കാണാൻ കഴിയും. അബു അലി അൻ-നൈസാബൂരി, ഇബ്നു ഹിബ്ബാൻ എന്ന് പറഞ്ഞാൽ ഇബ്നു ഹിബ്ബാനിനും ഒരു സ്വഹീഹ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ഗ്രന്ഥമുണ്ട് ഹദീസുകളിൽ. ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മൾ വിശദീകരിക്കുന്നത് ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹാണ്. അത് അപ്പോൾ ആ ഭാഗത്ത് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. ഇബ്നു ഹിബ്ബാൻ ഇബ്നു ഖുസൈമയുടെ ശിഷ്യനാണ്. ഇബ്നു ഹിബ്ബാൻ മാത്രമല്ല, ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഹാക്കിം ലോകപ്രസിദ്ധ മുഹദ്ദിസാൻ, മുസ്തദ്റക് എന്ന് പറഞ്ഞ കൃതിയുടെ കർത്താവാണ്, ഗ്രന്ഥകാരനാണ്. മുസ്തദ്റക് സ്വഹീഹൈൻ, രണ്ട് സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിലെയും കടന്നു വരാത്ത ഹദീസുകളെ ചേർത്തുകൊണ്ട് അതിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം രചിച്ച ആള്. ഇൻഷാ അല്ലാഹ് മുസ്തദ്റക്കിനെ സംബന്ധിച്ചും നമ്മൾ ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹ് കഴിഞ്ഞാൽ വിശദീകരിച്ചു പോരുന്നതായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് പറയാൻ. ഏതായാലും ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഒരുപാട് സ്ഥാനമുള്ള ആളാണ് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് ഇലലിൽ, നമ്മൾ മുമ്പൊരിക്കൽ ഇമാം തുർമുദിയെ പറ്റിയൊക്കെ പറഞ്ഞതുപോലെ ഇലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹദീസുകളുടെ പോരായ്മകളെ സംബന്ധിച്ച്, സനദ് പരമായ പോരായ്മകൾ, റാവിമാരെ സംബന്ധിച്ചുള്ള പോരായ്മകൾ, അതുപോലെ തന്നെ മറ്റൊരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇല്ലത്തുകൾ, മുഹദ്ദിസുകൾക്ക് മാത്രം, ജഹാബിദത്തുൽ ഉലമ, ഇവർക്ക് മാത്രം കണ്ടാൽ മനസ്സിലാകുന്ന ബോധ്യമാകുന്ന ചില പോരായ്മകൾ ഉണ്ടാവും ചില ഹദീസുകൾക്ക്. അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ്, അത് മനസ്സിലാകുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് മഹാനായ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ദഹബി പറഞ്ഞത് ഇബ്നു ഖുസൈമന്റെ കാലത്ത് അദ്ദേഹത്തോളം പോന്ന ഒരു ഹദീസ് പണ്ഡിതൻ ജീവിച്ചിരുന്നില്ല എന്നാണ്. അദ്ദേഹം ആ ഒരു കാര്യത്തിൽ വളരെ അദ്വിതീയനായ ഒരു വ്യക്തിയാണ് എന്ന് ഇമാം ദഹബിയൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. ഹദീസുകളുടെ നിഗൂഢമായ വശങ്ങൾ, ഏറ്റവും നമ്മൾ കണ്ടാൽ കാണാത്ത ഭാഗങ്ങളെ പോലും, അതിലെ ന്യൂനതകൾ പോലും മനസ്സിലാക്കാനും അതിനെ ചർവണം നടത്താൻ, ഗവേഷണം നടത്തി ലോകത്തിന് പരിചയപ്പെടുത്താനും അദ്ദേഹത്തിന് അത്രമാത്രം അസാമാന്യ കഴിവുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. മഹാപണ്ഡിതനാണ് എന്നർത്ഥം. ഇബ്നു ഖുസൈമ അദ്ദേഹം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശ്രേണിയിലെ പണ്ഡിത കേസരികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് കറകളഞ്ഞ സുന്നി ആശയക്കാരൻ, സുന്നി ആശയം എന്ന് പറയുമ്പോൾ നമ്മൾ അഹ്ലു സുന്ന എന്ന് പറയുമ്പോൾ ഷിയായിസം വരാത്ത, അതല്ലെങ്കിൽ ഖവാരിജിയത്ത് ഒരിക്കലും കടന്നുകൂടാത്ത, മറ്റെന്തെങ്കിലും പുത്തൻ ആശയങ്ങളോ പുത്തൻ ആ വിശ്വാസമായ വ്യതിചലനങ്ങളോ വരാത്ത ആളുകൾ അഹ്ലു സുന്നന്റെ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ കറകളഞ്ഞ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തൗഹീദിൽ കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണമായിരിക്കും, വിശകലനങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, കിതാബു തൗഹീദ് എന്ന് പറഞ്ഞ ഗ്രന്ഥം രചിച്ച ആളാണ് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല ആ കിതാബു തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിലധിക പരാമർശങ്ങൾ തൗഹീദ് ഉലൂഹിയ്യയോ റുബൂബിയ്യയോ അല്ല. ആ കിതാബിലുള്ളത് അധികവും അള്ളാഹുവിൻ്റെ അസ്മാഅുകളെ സംബന്ധിച്ചു, സിഫാത്തുകളെ സംബന്ധിച്ചുമാണ്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, അതിനെ എങ്ങനെ ഒരു വിശ്വാസി മനസ്സിലാക്കണം, എങ്ങനെ അതിനെ അവൻ തിരിച്ചറിയണം, എങ്ങനെ അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ഒരിക്കലും അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നമ്മുടേതായ ശൈലിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ചില ആളുകൾ അള്ളാഹു ഇറങ്ങി വരുന്നു എന്നുള്ളതിന് അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങി വരുന്നു എന്നെല്ലാം രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കാണാം. മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും പിൽക്കാലത്ത് കടന്നു വന്ന വിശ്വാസ വ്യതിചലനം സംഭവിച്ച എല്ലാ ആളുകളിലും പലപ്പോഴും പ്രമാണങ്ങളെക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുത്ത ആളുകൾക്ക് സംഭവിച്ച പല പാളിച്ചകളും ചരിത്ര വായനയിൽ, അതല്ലെങ്കിൽ ഹദീസിനെ സംബന്ധിച്ചും അഖീദയെ സംബന്ധിച്ചും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിലൊന്നും പെടാതെ നമ്മൾ ഇതുവരെ പറഞ്ഞു പോയ മുഹദ്ദിസുകളുടെയൊക്കെ ഒരു അഹ്ലു സുന്നയുടെ ആ ഒരു കറകളഞ്ഞ വിശ്വാസം നെഞ്ചേറ്റിയവനാണ് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹിയും. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ മുഴുവൻ അതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. കിതാബ് അൽ ഇഅ്തിസാം ബിൽ ഖുർആനി വസുന്ന എന്ന് പറയുന്ന ഗ്രന്ഥം ഇദ്ദേഹത്തിനുണ്ട്. തഫ്സീറുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ വിശദീകരണം എഴുതിയ ആളാണ് മഹാനായ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഖുസൈമ എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹീഹ് ഇബ്നു ഖുസൈമയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കിതാബുൽ ഖുസൈമ എന്നുള്ള പേരിലും ചില പണ്ഡിതന്മാർ അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, സ്വഹീഹ് ഇബ്നു ഖുസൈമ. പക്ഷേ സ്വഹീഹ് ഇബ്നു ഖുസൈമ എന്നല്ല അതിൻ്റെ ശരിക്കുള്ള പേര്. ആ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ പേര് പറയുകയാണെങ്കിൽ മുഖ്തസറുൽ മുഖ്തസർ
മിനൽ മുസ്നദി സഹീഹ്, മുഖ്തസറുൽ മുഖ്തസർ മിനൽ മുസ്നദി സഹീഹ്. മുസ്നദ് സഹീഹിൻ്റെ എന്താണ് സംക്ഷിപ്തത്തിൻ്റെ സംക്ഷിപ്തം, ലഘു. വീണ്ടും അതിനെ ലഘൂകരിച്ചു എന്നർത്ഥം. മുസ്നദ് സഹീഹ് എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. നമ്മൾ മുസ്നദ് എന്ന് പറഞ്ഞില്ലേനോ, ഇമാം അഹമ്മദിൻ്റെ ഒക്കെ മുസ്നദ്, ഇമാം ത്വയാലിസിയുടെ മുസ്നദ്, അതേപോലെ ഒരു മുസ്നദ് എന്ന് പറഞ്ഞ ഗ്രന്ഥം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു, ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥം. അതിനെ ആറ്റിക്കുറിച്ചെടുത്ത ഗ്രന്ഥത്തിൻ്റെ പേരാണ് നമ്മളിന്ന് വായിച്ച സഹീഹ് എന്ന പേര്. അതൊരു മുഖ്തസറാണ് എന്നർത്ഥം. മുഖ്തസർ എന്ന് പറഞ്ഞാൽ ലഘു, അതിൻ്റെ ഒരു ലഘൂകരണം, സംക്ഷിപ്തം. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന സ്വഹീഹ് ഇബ്നു ഖുസൈമയിൽ 3000 ചില്ലാനം ഹദീസുകളുള്ളൂ. കാരണം 4/1 അദ്ദേഹം ക്രോഡീകരിച്ച് വെച്ച ഹദീസിൻ്റെ 4/1 ഭാഗം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. പിൽക്കാലത്ത് അതിനെ ആ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് പഠനം നടത്തി ലോകത്തിന് സമർപ്പിച്ച പണ്ഡിതന്മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 4/3 ഭാഗവും നഷ്ടപ്പെട്ടു എന്നും ഒക്കെ അതിനെ സംബന്ധിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സ്വഹീഹ് എന്ന പേര് ഒരിക്കലും ഇമാം ബുഖാരിയുടെയോ ഇമാം മുസ്ലിമിൻ്റെയോ സ്വഹീഹ് പോലെയല്ല. പേര് എന്ന് പറഞ്ഞാൽ സ്വഹീഹാണ്. പക്ഷേ ഇതിൽ സ്വഹീഹായ, കാരണം ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും സ്വഹീഹിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, അതിൽ സ്വഹീഹായ ഹദീസുകളാണ് അധികം. അതിലുള്ള ഹദീസുകളൊക്കെ സ്വീകാര്യയോഗ്യമായ ഹദീസുകളാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ സ്വഹീഹ് ഇബ്നു ഖുസൈമയിലെ ഹദീസുകളിൽ ദഈഫായതുള്ളതുണ്ട്, ഹസനായതുണ്ട്, സ്വഹീഹായ ഹദീസുകളുണ്ട്. മാത്രവുമല്ല സ്വഹീഹ് ഇബ്നു ഖുസൈമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരു ഹദീസിന് സ്വഹീഹ് എന്നുള്ള നിലക്ക് വെച്ച നിബന്ധനകൾ, മുഹദ്ദിസുകൾ 5ഓളം നിബന്ധനകൾ പറഞ്ഞു. ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ വളരെ കണിശമായ സൂക്ഷ്മമായ ഒരുപാട് കാര്യമുണ്ട്. റവാഹുൽ അദ്ലു താമുൽ ലബ്തി മുത്തസിൽ സനദ് ഗൈറ മുഅല്ലലിൻ വലാ ഷാദ്, 5 നിബന്ധനകളാണ്. അതായത് ഒരു സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അവലുഹ സ്വഹീഹു വ മുത്തസിൽ ഇസ്നാദു വലം യശിദ് ഔ യുഅൽ യർവിഹി അദ്ലുൻ ളാബിതുൻ അൻ മിസ്ലിഹി മുഅ്തമദുൻ ഫീ ലബ്തിഹി വ നഖ്ലിഹി. സ്വഹീഹായ ഹദീസിന് ഡെഫിനിഷൻ കൊടുത്തതാണ് മുഹദ്ദിസുകൾ. ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ 5 നിബന്ധനകളുണ്ട്. ഒന്ന്, ആ പരമ്പരയിലുള്ള ഓരോ റാവിമാരും കുറ്റമറ്റവരായിരിക്കണം, വിശ്വസ്തരാവണം, യോഗ്യരാവണം, സിഖത്താവണം. അദിൽ എന്ന് പറഞ്ഞാൽ യോഗ്യരാവണം. മാത്രവുമല്ല അവർക്ക് കണിശമായി നല്ല സൂക്ഷ്മമായിട്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യാനുള്ള വിവരം വേണം. ഒരു വള്ളി പുള്ളി തെറ്റാതെ, ഒരു കാര്യവും മറക്കാതെ, ഇല്ല ഇനി എഴുതി വെക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു കുറ്റവും കുറവും കടന്നു വരാതെ ലബ്ത്തോടുകൂടി പരിപൂർണമായി വ്യക്തതയിൽ അതിനെ റിവായത്ത് ചെയ്യാൻ പറ്റണം. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ പരമ്പരയിലുള്ള എല്ലാവരും, ആ പരമ്പരയിൽ ഒരാൾക്കും പോരായ്മ വരാൻ പാടില്ല, അതിലാവണം. അതിലിനൊക്കെ വിശദീകരിക്കും കുറേ സംഭവങ്ങൾ, അതും ഉസൂൽ ഹദീസ് ആയതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഈ കണ്ണികൾ മുറിയാൻ പാടില്ല, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത് വരെയുള്ള ഈ ഗ്രന്ഥകാരന്റെ ഗുരുനാഥൻ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത് വരെയുള്ള പരമ്പരയിൽ ഒരാൾ പോലും അതിൽ മുറിഞ്ഞു പോകാൻ പാടില്ല. കാലഘട്ടത്തിൽ അവിടെ ഒരു വ്യതിയാനം സംഭവിക്കാൻ പാടില്ല, അല്ലെ? താബിയകൾ സ്വഹാബിയിൽ നിന്നാവണം, താബിയിൽ നിന്ന് തബ് താബി ആയിരിക്കണം എന്നിങ്ങനെ നിലക്കുള്ള ഓരോ കാലഘട്ടത്തിൻ്റെയും തൊബക്കകൾ കൃത്യമായി ഉണ്ടായിരിക്കണം. കണ്ണി മുറിഞ്ഞു കഴിഞ്ഞാൽ ഹദീസ് ദുർബലമാണെന്ന്. പിന്നെ ഒരു ന്യൂനതകളും, അല്ലെ, ഒരു കുറ്റവും ഒരു കുറവും സനദിലും പാടില്ല, മത്നിലും പാടില്ല. മാത്രവുമല്ല സ്വഹീഹായ ഫിഖാത്തുകളായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതിന് എതിരായി കൊണ്ട് ഉദ്ധരിക്കപ്പെടാനും പാടില്ല, ഷാദാവാൻ പാടില്ല. ഇങ്ങനെ കുറേ നിബന്ധനകൾ. ഈ 5 നിബന്ധനകൾക്കും അപ്പുറം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടേതായ ചില നിബന്ധനകൾ സ്വഹീഹിൽ കൊണ്ടുവന്നിരുന്നു. സ്വഹീഹിൽ ഇമാം ബുഖാരി ഒന്ന് പറയുകയാണെങ്കിൽ, ഇമാം ബുഖാരി എന്നെ സംബന്ധിച്ചിടത്തോളം ആ പരമ്പരയിലുള്ള റാവിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടണം എന്നുള്ള ലുഖിയ, കണ്ടുമുട്ടണം എന്നുള്ള നിബന്ധന ഉണ്ട്. അതും ഒത്തിട്ട് ഇമാം ബുഖാരി സ്വഹീഹി എന്നെത്തിയിട്ടുള്ള ഒരു ഹദീസിന് ഹുക്മ് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിന് ശേഷം ഈ നിബന്ധനകളിൽ കുറച്ചുകൂടി കണിശത വെച്ച് പുലർത്തിയ ആള്, അഥവാ ഈ 5 നിബന്ധനകൾക്കും അപ്പുറം കുറച്ചും കൂടി തൻ്റെ ഭാഗത്ത് നിന്ന് ചില നിബന്ധനകൾ വെച്ച ഒരാളുണ്ടെങ്കിൽ അത് ഇബ്നു ഖുസൈമയാണ്. ഇബ്നു ഖുസൈമയുടെ സ്വഹീഹിന് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ സ്വഹീഹ് ബുഖാരിക്കും സ്വഹീഹ് മുസ്ലിമിന് ശേഷം സ്ഥാനം കൊടുത്തു. ചില പണ്ഡിതൻ പറഞ്ഞു ഇമാം ഹാക്കിമിൻ്റെ ഇമാം ഇബ്നു ഹിബ്ബാനിൻ്റെ സ്വഹീഹിനാണ് 3ാമത്തെ സ്ഥാനം തന്നെ, അല്ല ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിനേക്കാളും ചില പണ്ഡിതന്മാർ സ്ഥാനം കൊടുത്തത് ഇമാം ഇബ്നു ഖുസൈമയുടെ സ്വഹീഹിനാണ് എന്നർത്ഥം. ഏതായാലും 3000 ചില്ലാൻ വരുന്ന ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചു വെച്ചത് ലോകത്തെ ഹദീസ് പഠന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അത് വല്ലാത്ത ആശ്വാസമാണ്. ഇതിനെ അദ്ദേഹം ഒരു കർമ്മശാസ്ത്രപരമായ രീതിയിൽ വിധികൾ ഹുക്കുമുകൾ എടുക്കാൻ പാകത്തിൽ കർമ്മശാസ്ത്ര ഫിഖ്ഹി മസ്അലകൾക്ക് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഹദീസുകളെ ക്രോഡീകരിച്ചത്. കിതാബു സലാ, കിതാബു സിയാം, കിതാബുൽ ഹജ്ജ്, കിതാബു സക്ക എന്നിങ്ങനെ തുടങ്ങി പ്രധാന ഭാഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ
മുസ്നദിൽ ഉൾപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഹദീസ് ഗ്രന്ഥങ്ങളുടെ തട്ടിൽ സ്വഹീഹൈനിക്ക് ശേഷം, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിനെയും സ്വഹീഹിന് ശേഷം തൊട്ടു പിന്നാലെ വരുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു പോകുന്ന ഇബ്നു ഖുസൈമയുടെ സ്ഥാനം. ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിന് ഇതിനും താഴെയാണ് സ്ഥാനം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇബ്നു ഖുസൈമയുടെ ഹദീസ് ഗ്രന്ഥത്തെ നമ്മൾ മുന്തിച്ചത്. ഓരോ സനദിനും കൃത്യമായ വ്യക്തത അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ റിവായത്തുകൾ കാണാൻ കഴിയും. എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഒരു റാവി പ്രകടിപ്പിച്ചാൽ ആ സംശയത്തെ വരെ എടുത്തുദ്ധരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത. ഈ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് സുപരിചിതനായ അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ ഹദീസിനെയാണ് നമ്മളിന്ന് വായിക്കുന്നത്. അബൂ ഉബൈദ ആരാണ്? അബൂ ഉബൈദ എന്ന് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിച്ച അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിലെ വിശ്വസ്തൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആളാണ് മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിനെ ആദ്യം വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് പറയാം. ഇമാം ഇബ്നു ഖുസൈമ, അബൂബക്കർ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നാ അബു അമ്മാർ. നാ എന്ന് പറഞ്ഞാൽ ഹദ്ദസന എന്നാണ്. ഒരിക്കൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ നാ എന്ന് കുറെ കാണാം ചില ഹദീസുകൾ തന്നെ വായിച്ചു പോകുമ്പോൾ. നമ്മളതിൻ്റെ ടെക്സ്റ്റിൽ ഇൻഷാ അല്ലാഹ് ഈ ഭാഗത്ത് ഇങ്ങനെ വായിച്ചാൽ കാണാൻ കഴിയും. ഹദ്ദസന അബു അമ്മാർ, നാന്നേ ഉള്ളൂ, പക്ഷെ അത് വായിക്കേണ്ടത് ഹദ്ദസന എന്നാണ്. ചില സമയത്ത് അംബഅന എന്നും അഖ്ബറന എന്നൊക്കെ വരുന്ന ചില രീതികളുണ്ട്. ഹദ്ദസന ആകുമ്പോൾ സന എന്ന് കാണാം, ഈ നാ എന്ന് മാത്രമാകുമ്പോൾ അഖ്ബറന എന്ന് വായിക്കണമെന്നും ചില മുഹദ്ദിസുകൾ പരാമർശിച്ചത് കാണാം. ഏതായാലും അഖ്ബറന അബു അമ്മാർ. അബു അമ്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഹുസൈൻ ഇബ്നു ഹുറൈസ്, ഇബ്നു ഖുസൈമന്റെ ഉസ്താദിന്റെ പേരാ. മാത്രമല്ല അഖ്ബറന അൽ ഫള് ഇബ്നു മൂസ അൻ ഈസ ഇബ്നു ഉബൈദ് അൻ ഗൈലാൻ ഇബ്നു അബി ബക്കർ അൻ അബി ഹുറൈറ. ഒരു ഈ പരമ്പരയിൽ രണ്ട് സ്വഹാബിമാരെ പേര് കാണാൻ കഴിയും. അബു ഹുറൈറയിൽ നിന്ന്, അബു ഹുറൈറ അന്നഹു സമിഅ അബാ ഉബൈദ. അബു ഹുറൈറ ഈ ഹദീസ് കേട്ടത് ആരിൽ നിന്നാണ്? അബു ഉബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന സ്വഹാബിയിൽ നിന്നാണ്. അഥവാ അപ്പോൾ അബു ഹുറൈറന്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ, ഹദീസുകളോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്വഹാബിമാരിൽ നിന്നും ഹദീസുകൾ കേൾക്കാൻ കൊതിച്ചവനാണ്, അതിനുവേണ്ടി പരിശ്രമിച്ചവനാണ് അബു ഹുറൈറ എന്നും ഈ ഹദീസ് നിന്ന് മനസ്സിലാവും. ഈ പരമ്പര തന്നെ വായിക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ ലതായിഫുകൾ, ഗുണപാഠങ്ങൾ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട് എന്നർത്ഥം. ഒരു ഭാഗം മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഈ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, യഖൂൽ, അദ്ദേഹം പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നതായി ഞാൻ കേട്ടു. എന്താ പറയുന്നത്? അസ്സൗമു ജുന്ന മാലം യഖ്രിഖുഹ. നോമ്പ് ഒരു പരിചയാണ്. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്, രക്ഷാകവചമാണ്. മാലം യഖ്രിഖുഹ, അതിന് ഓട്ട ഇടാത്തിടത്തോളം, അതിന് ഓട്ട വീഴാത്തിടത്തോളം, അതിന് കീറൽ സംഭവിക്കാത്തിടത്തോളം എന്നർത്ഥം. ഖറക്ക എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്ക് വസ്ത്രത്തിൽ ഓട്ടയിടുന്നതിന് പറയും. അതുപോലെ തന്നെ ഇരുമ്പിന് ഓട്ടയിടുന്നതിനൊക്കെ ഖറക്ക എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അധികവും വസ്ത്രത്തിൽ വരുന്ന കീറലുകൾക്കാണ് ഇവിടെ ഖറക്ക എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. മാലം യഖ്രിഖ്ഹ, ആ ജുന്നയിൽ, നോമ്പാകുന്ന പരിചയിൽ ഒരു ഓട്ടയിടാത്തിടത്തോളം നോമ്പ് പരിചയാണ്, നോമ്പ് സുരക്ഷിതത്വമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്താണ് അതുകൊണ്ടുള്ള വിവക്ഷ എന്ന് നമുക്ക് പറയാം. അതിനു മുന്നേ അബൂ ഉബൈദത്തുൽ ജറാഹ്, അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ. ആ പേര് വരാനുള്ള കാരണം എന്താ? നജറാനിലെ ചില ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക്, നജറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിനോട് ചേർന്നിട്ടുള്ള ഒരു നാടാണ്. അവിടെയുള്ള കുറച്ച് ആളുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വരിക, റസൂലെ, ഞങ്ങൾക്ക് ഒരാളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം, വിശ്വസ്തനായ ഒരാൾ. കാരണം ഞങ്ങൾക്കിടയിൽ പലപ്പോഴും പല ക്രയവിക്രയങ്ങളുടെ പേരിൽ, കച്ചവടത്തിൻ്റെയും മറ്റിതിൻ്റെയൊക്കെ പേരിൽ പല കണക്കും മറ്റു സംഗതികളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനെ പരിഹരിച്ച് നൽകാൻ പാകത്തിൽ, ഞങ്ങൾക്കിടയിൽ വിധി നടപ്പാക്കാൻ പാകത്തിൽ, ഒരു പക്ഷപാതിത്വവും ഇല്ലാതെ സത്യസന്ധമായി ഞങ്ങൾക്കിടയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിൽ ഒരാളെ ഞങ്ങൾക്ക് നിഷ്കർഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ഈ സംഭവത്തിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇതിങ്ങനെ പറയുമ്പോൾ അരികത്ത് കുറേ സഹാബികളുണ്ട്. ഒന്ന് ഉമർ റളിയല്ലാഹു ആ കൂട്ടത്തിൽ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനൊരിക്കലും ഒരു സ്ഥാനത്തെ മോഹിച്ചവനല്ല, ഒരു സ്ഥാനമോഹിയല്ല, ഒരു അധികാരമോഹിയല്ല. എനിക്കെന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണമെന്ന് എൻ്റെ മനസ്സിലില്ല. പക്ഷേ അന്നേരം നബി എൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി എന്നാണ്. കാരണം വിശ്വസ്തനായ ഒരാളെ നബി ആരെ തിരഞ്ഞെടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾ ആരാൻ? അയാൾ സൗഭാഗ്യവാനാണ്. ഉമർ പറയാൻ, ഞാനതായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു വന്നാൻ. പക്ഷേ നമസ്കാരം കഴിഞ്ഞു,
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അങ്ങനെ വിളിച്ചു കൂട്ടിയിരിക്കുന്നതിൻ്റെ ഇടയിൽ അബൂ ഉബൈദത്തുൽ ജറാഹിനെ റസൂലുള്ള വിളിച്ചു വന്നാൻ. എന്നിട്ട് പറഞ്ഞു നജറാൻകാരോട്, ദാ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, അമീൻ അമീൻ വിശ്വസ്തനാണ് എന്നാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അമീൻ ഹാദിഹിൽ ഉമ്മ, റസൂലുള്ള പറഞ്ഞു ഈ സമൂഹത്തിലെ വിശ്വസ്തനാണ് മഹാനായ അബൂ ഉബൈദ എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ആ ഒരു വിശ്വാസ്യതയെ സത്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ബദർ യുദ്ധം നടക്കുമ്പോൾ പിതാവുമായിട്ടാണ് പോരാട്ടം. പിതാവ് ശത്രുപാളയത്തിലാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാളയത്തിലും. നബിയെ വല്ലാത്ത ഇഷ്ടമുള്ള റസൂലുള്ള, നബിയോ വെറുക്കുന്ന ആളുകളോട് നബി ഒരിക്കലും ഒരു തരത്തിലും സമരസപ്പെടാൻ വിശ്വാസിയുടെ മനസ്സ് പാകപ്പെടൂല എന്നാണ് സൂറത്ത് മുജാദിലയിലെ അവസാനത്തെ ആയത്ത് 22ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ചില ആൾക്കാരുണ്ട്, അവർക്കൊരിക്കലും നബിയെ വേദനിപ്പിക്കുന്നവരോട്, നബിയോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരോട് അവരുടെ മനസ്സൊരിക്കലും സമരസപ്പെടൂല. അത് വൈൻകാന ആബാഉഹും ഔ അബ്നാഉഹും, അത് വാപ്പമാരായാലും പിതാക്കന്മാരായാലും മക്കളായാലും അവരോട് യാതൊരു നിലക്കുമുള്ള ഒരു എളിമയും ഒരു ദയയും തോന്നാത്ത വിധം അവരോട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ കണിശത വെച്ച് പുലർത്തുന്ന ആളുകൾ നബിയുടെ കൂടെയുള്ളവരാണെന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത്. ശത്രുപാളയത്തിലെ വല്ലാതെ ദ്രോഹിച്ചു, വല്ലാതെ ആക്രമിച്ചു, വല്ലാതെ ഉപദ്രവിച്ചു തൻ്റെ പിതാവ് ബദർ യുദ്ധത്തിൽ. പക്ഷേ പിതാവിനോട് അദ്ദേഹം പോരടിച്ചു എന്നാണ് ചരിത്രത്തിൽ അത്രമാത്രം അള്ളാഹുവിന്റെ വാക്കുകളെ സത്യപ്പെടുത്തിയ മഹാ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത് അബൂ ഉബൈദയെ സംബന്ധിച്ചാണെന്നാണ് ചില മുഫസ്സിറുകൾ പറഞ്ഞത്. വാപ്പാക്കെതിരെയാണ് പോരാടിയത് എന്നർത്ഥം. ഒന്നാലോചിച്ച് നോക്കി മാനസികമായ അരംഗം. പക്ഷേ അബൂ ഉബൈദ വിശ്വസ്തനാണെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ഒരാളായതുകൊണ്ട് തന്നെ ഇസ്ലാമിക വ്യാപനത്തിൽ പലപ്പോഴും സിറിയ, ഷാമിലൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു ഷാമിനെ കീഴടക്കാൻ വേണ്ടി പോകുന്ന സൈന്യത്തിന്റെ അധിപനായി അബൂ ഉബൈദയെ നിശ്ചയിച്ചിരുന്നു. ആദ്യം ഖാലിദ് ബിൻ വലീദ്. പക്ഷേ ഖാലിദ് ബിൻ വലീദ് നേതൃത്വം ഏറ്റെടുത്ത് യുദ്ധം കൊള്ളുന്ന സമയത്താണ് ഷാമിലേക്ക് സൈന്യം ചേക്കേറിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം വന്നത് അബൂ ഉബൈദയാണ് ഇനി മുതൽ അതിന്റെ സൈന്യാധിപനെന്ന്. പക്ഷേ അബൂ ഉബൈദ മുണ്ടിയില്ല, അബൂ ഉബൈദ പറഞ്ഞില്ല. കാരണം ഖാലിദ് ബിൻ വലീദിന്റെ ആത്മവിശ്വാസം തകരാൻ പാടില്ല, ഖാലിദ് ബിൻ വലീദിന് അത് സങ്കടം വരാൻ പാടില്ല. യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ആ സംഭവം അത് പുറത്തു വന്നത് എന്നൊക്കെ അറിയുമ്പോൾ ഒരിക്കലും സ്ഥാനം മോഹിക്കാത്തവനായിരുന്നു അബൂ ഉബൈദ എന്നും ആ ഒരു സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കാൻ അത്രമാത്രം വിശ്വസ്തനായിരുന്നു അബൂ ഉബൈദ എന്നും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് വരികൾക്ക് ഒരുപാട് നബി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10ഓളം സ്വഹാബിമാരുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. അതിലൊരാളാണ് അബൂ ഉബൈദ. അബൂ ഉബൈദയെ സംബന്ധിച്ച് ഇനി പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ മുറിവ് കൊണ്ടു, പരിചയുടെ മുറിവ്, ഒരു പരിച. നമ്മളിന്ന് പരിചയെ സംബന്ധിച്ചാണ് ഹദീസ് വായിക്കുന്നത്. പരിചയുടെ പൊട്ടൽ നബിയുടെ ദേഹത്ത് തെറച്ചപ്പോൾ നബിയുടെ മുഖത്തും നബിയുടെ നെഞ്ചത്തൊക്കെയായിട്ട് ഈ ഇരുമ്പിന്റെ കണ്ണികൾ ഇങ്ങനെ ഒട്ടിയപ്പോൾ അതിനെ കൈകൊണ്ട് വലിച്ചെടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുനിയുന്ന സമയത്ത് അബൂ ഉബൈദ പറഞ്ഞു, വേണ്ട, ഞാൻ എതിർക്കാം. കാരണം കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് നബിക്ക് വേദനിക്കും. ആ ഹദീസിലെ വരികൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വേദനിക്കുമെന്നാണ്. അബൂ ഉബൈദ അവിടുത്തെ മുന്നിലെ 2 പല്ലുകൾ കൊണ്ട് ഇതിനെ കടിച്ചെടുത്തു എന്നാണ്. കടിച്ചു പറിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ മുൻപല്ല് 2ഉം പറഞ്ഞുപോയി. പിന്നെ മുന്നിലെ 2 പല്ലും പോയാൽ വികൃതമാണ് മുഖം. പക്ഷെ പണ്ഡിതന്മാർ പറയാണ് അബൂ ഉബൈദ സുന്ദരനായിരുന്നു. മുഖത്ത് ആ 2 പല്ലുകളില്ല എങ്കിലും അദ്ദേഹം സുന്ദരനായിരുന്നു. സുന്ദരൻ എന്ന് പറയാൻ കാരണം നബിക്കും വേണ്ടിയാണ് ആ പല്ല് അദ്ദേഹം ചെയ്തത്. നബിക്കും വേണ്ടിയാണ് അദ്ദേഹം അത് നഷ്ടപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ ആ നഷ്ടപ്പെട്ട പല്ലുകൾ കാണുമ്പോൾ സഹാബത്തിനൊക്കെ അറിയാം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗമാണ് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ അവർക്ക് ആശ്വാസമായിരുന്നു, സന്തോഷമായിരുന്നു. ചില ചരിത്രകാരന്മാരൊക്കെ ഇബ്നു ഹിശാമും അതുപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കാണാം ഇദ്ദേഹത്തെ പോലെ സുന്ദര അസ്റമു വ അജ്മലു മിൻ അബി ഉബൈദ, അബൂ ഉബൈദയെക്കാളും പല്ല് പറഞ്ഞിട്ട് സുന്ദരനായ ഒരാളെ ലോകത്തൂടെയും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ്. അത്രമാത്രം അദ്ദേഹത്തിന്റെ മഹത്വം അവിടെ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വപ്പെടുത്തിയത് പറഞ്ഞു, ഒരുപാട് സംഭവങ്ങൾ കാണാം. പക്ഷേ ഹദീസിന്റെ കാര്യത്തിൽ ആൾ വളരെ കുറച്ച് ഹദീസുള്ളൂ. വെറും 15ഓളം ഹദീസുകൾ മാത്രമേ അതേ റിവായത്ത് ചെയ്തിട്ടുള്ളൂ. അത് ഈ സ്വഹീഹിൽ മാത്രമല്ല, വേറെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ ആകെ 15ഓളം വരുന്ന ഹദീസുകൾ. എന്താ കാരണം?
കാലങ്ങളും നാളുകളും ആയുസ്സിലെ പല സമയങ്ങളും യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലും യുദ്ധങ്ങളിലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകന്നുകൊണ്ടൊക്കെ സഹാബത്തിലെ പലപ്പോഴും പല നാടുകളിലേക്ക് യുദ്ധങ്ങളിലും മറ്റുമൊക്കെയായി അദ്ദേഹം കഴിച്ചു കൂട്ടിയതുകൊണ്ട് തന്നെ ധാരാളം ഹദീസുകൾ കേൾക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം കേട്ടുവച്ച ഹദീസുകൾ തേടി പിൽക്കാലത്ത് അബൂ ഹുറൈറയെ പോലുള്ള ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത ആളുകൾ അദ്ദേഹത്തെ തേടി വന്നിരുന്നു എന്നെല്ലാം ഇന്ന് നമ്മൾ വായിച്ച ഹദീസിന്റെ വരികളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഏതായാലും അബൂ ഉബൈദ ജർറാഹിനെ പറ്റി പറയാൻ കുറേ ഉണ്ട്. തൽക്കാലം ചുരുക്കി അദ്ദേഹം മരണപ്പെടുന്നത് പ്ലേഗ് ബാധിച്ചുകൊണ്ട്. നമുക്കറിയാം ഡമസ്കസിലെ അന്നത്തെ അംബാസ് താഊന് അംബാസ് സിറിയയിലെ അംബാസ് എന്ന് പറയുന്ന നാട്ടിൽ പടർന്ന് പന്തലിച്ച പ്ലേഗ് നിന്ന നിൽപ്പിൽ ആളുകൾ മരിച്ചു വീഴാൻ ഉമർ റളിയല്ലാഹു പറഞ്ഞയച്ചതായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുള്ള പല ശ്രമവും നടത്തി. കാരണം ഉമർ റളിയല്ലാഹു ഭയങ്കര ഇഷ്ടമായിരുന്നു അബൂ ഉബൈദയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം പല കാരണങ്ങളും തെരഞ്ഞു. ഇങ്ങോട്ട് വാ, രക്ഷപ്പെടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അബൂ ഉബൈദ രക്ഷപ്പെടൂല എന്നറിയാം. ഒരു കത്തെഴുതി, ഞാൻ വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾക്ക് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, നീ പെട്ടെന്ന് മദീനയിലെത്തണം. ഈ കത്ത് ലഭിക്കുന്നത് രാത്രിയാണെങ്കിൽ രാത്രി പുറപ്പെടണം. ഇനി പകലിലാണെങ്കിൽ ആ പകലിൽ തന്നെ യാത്രാഭാണ്ഡവും കെട്ടി മദീനയിലേക്ക് തിരിച്ചെത്തണമെന്ന് പറഞ്ഞു കത്തയച്ചു ഞാൻ. പക്ഷെ കത്ത് കിട്ടിയ അബൂ ഉബൈദ തിരിച്ച് ഉമർ റളിയല്ലാഹു കത്ത് എഴുതി, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിങ്ങൾ അനുവാദം നൽകണം. എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു പറ്റം സൈന്യത്തിന്റെ ഒരു സൈന്യാധിപനാണ് ഞാൻ. ഈ സൈന്യത്തിന് എന്തു വരും, അള്ളാഹുവിന്റെ ഖദർ എന്താണോ ആ ഖദറിനെ പുൽകാൻ ഞാൻ റെഡിയാണ് എന്നാണ്. അള്ളാഹുവിന്റെ വിധി എന്താണോ ആ വിധി വരാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ്. അബൂ ഉബൈദയുടെ വിശ്വാസ്യതയെ ഇതിലും വലിയ രൂപത്തിൽ സുന്ദരമായി വർണ്ണിക്കാൻ ഒരു പക്ഷേ നമുക്കാവൂല. അത്രമേൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി നിലകൊണ്ടു എന്നാണ്. ഒടുവിൽ ആ താഊന് അംബാസിൽ ധാരാളം സ്വഹാബികൾ മരണപ്പെടുമ്പോൾ ഇദ്ദേഹവും മരണപ്പെട്ടു എന്നാണ്. ഇദ്ദേഹത്തിന്റെ പകരക്കാരനായി പിന്നീട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിലകൊണ്ടതും സൈന്യാധിപനായി കടന്നു വന്നതും ചരിത്രത്തിൽ വേറെ നമുക്ക് വായിക്കാനാകും. ഇതാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിലേക്ക് കടന്നു വരാം. അദ്ദേഹം പറഞ്ഞ ഹദീസ് നമ്മൾ ഇന്ന് വിശദീകരിച്ചു. ഇമാം ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലയുടെ സ്വഹീഹിലെ വരി, അസ്സൗമു ജുന്ന, നോമ്പ് അതൊരു പരിചയമാണ്. നമ്മളൊക്കെ കുറേ നോമ്പ് വെൽക്കാൻ, പരിശുദ്ധമായ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് നരകത്തിൽ നിന്ന് നമുക്കതൊരു പരിചയമാണ്, ഒരു സുരക്ഷിതത്വമാണ്. നരകത്തിന്റെ തീ നമ്മളിൽ തട്ടാതെ, നമ്മളിൽ കൊള്ളാതെ, ഒരു പോറൽ പോലും നമ്മുടെ ശരീരത്തിലേൽക്കാതെ നോമ്പ് നമ്മളെ കാക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തൊരു സഹാബി വന്ന് പറഞ്ഞു, റസൂലേ, ഇനി മുർനി ബി അമലിൻ, എനിക്കൊരു അമലിനെ പറ്റി കൽപ്പിക്കണം, സ്വർഗത്ത് കടക്കാൻ പറ്റിയ അമലിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് പറഞ്ഞു, അലൈക അസ്സൗം, നീ നോമ്പ് നോൽക്കുക, ഫഇന്നഹു ലാ ഇദ്ല ലഹു, നോമ്പ് പോലെ മറ്റൊന്നില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഞാൻ നോമ്പ് ഒരു രക്ഷാകവചമാണ്, വിശ്വാസിക്ക് അതൊരു ആശ്വാസം. പക്ഷെ ഇനി അതിലെങ്ങാനും ഓട്ട വീണാലോ, അല്ലെ, ഒരു യുദ്ധക്കളത്തിൽ പോകുന്നൊരു ആള് പരിചയം എടുത്ത ആ പരിചയിൽ ഒരു ഓട്ട വീണാലോ, ഓട്ട വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും അമ്പുകൾ തറക്കുക, അതിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും കുന്തമുനകൾ നെഞ്ചിലേക്ക് ഏൽക്കുക. ഓട്ട വീണ പരിചയ കൊണ്ട് ഒരു നേട്ടവുമില്ല എന്നാണ്. അതേപോലെയാണ് ഒരാള് നോമ്പാകുന്ന പരിചയക്ക് ഓട്ട വരുത്തി. എങ്ങനെ നോമ്പാകുന്ന പരിചയക്ക് ഓട്ട വരിക? നുണ പറയുക. ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസിന് ഉദ്ധരിക്കുമ്പോൾ ഒരു സംഭവം കൂടി ചേർത്ത് പറഞ്ഞു, ബിൽ ഗീബ, ആൾക്കാരെ പറ്റി ഗീബത്ത് പറയുന്ന സ്വഭാവമുണ്ടോ? പരദൂഷണം പറയുന്ന സ്വഭാവമുണ്ടോ? അതുപോലെ തന്നെ ഇല്ലായ്മകള്, നമീമത്തിലെ ഏഷണിയും മറ്റുള്ള സംഗതികളും പറയുന്ന സ്വഭാവമുണ്ടോ? അയാളുടെ നോമ്പിന് ഓട്ടയാണ്. ഇതൊക്കെ നോമ്പിന് വരുത്തുന്ന ഓട്ടകളാണ്. നുണ പറയുന്നവൻ, ആളുകൾ നുണം ഉപേക്ഷിക്കാത്തിടത്തോളം, കള്ളം ഉപേക്ഷിക്കാത്തിടത്തോളം അയാൾ പട്ടിണി കടന്നിട്ട് കാര്യമില്ല എന്നാണ്. മല്ലം യദഉ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് നുണ ഉപേക്ഷിക്കാതെ, നുണയുമായി ബന്ധപ്പെട്ട കള്ളം പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാത്തിടത്തോളം അള്ളാഹുവിന് വേണ്ടി അയാൾ അന്യപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ യാതൊരുവിധ നേട്ടവുമില്ല എന്ന് തിരുനബി പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നോമ്പാകുന്ന പരിചയിൽ ഓട്ട വീഴാതെ സൂക്ഷിക്കുക. ഓട്ട എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുന്ന ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ഹദീസുകളെ വിശദീകരിക്കുന്ന ഒരുപാട് സംസാരങ്ങൾ മുഹദ്ദിസുകൾ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ നോമ്പുകാരൻ വളരെ സൂക്ഷ്മതയോടുകൂടി അതിനെയെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ്. അല്ലാത്ത പക്ഷം അത് കീറപ്പെട്ട ഒരു പരിച, അത് ശത്രുവിന്റെ അമ്പേൽക്കുന്നത് പോലെ അത് നമുക്ക് നാളെ പരലോകത്ത് നാശം വിതക്കുന്നതായിരിക്കും, അത് വിനാശകാരിയായിരിക്കുമെന്നാണ്
അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പുകൾ നാളെ നരകത്തിൽ നിന്നുള്ള പരിചകളാകുമാറാവട്ടെ. അതിലെ എല്ലാ പോരായ്മകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.